ആ സൊസൈറ്റിയിലെ നിക്ഷേപകരായിട്ടുള്ള ചില ആളുകൾ അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടിയതോ വാങ്ങിച്ചതോ ആയിട്ടുള്ള പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനിലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം സൃഷ്ടിച്ചത് CPM നേതൃത്വവും തിരുവനന്തപുരത്തെ പോലീസും ചേർന്നാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വസ്തുതകൾ പുറത്തു വരണം, അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൗൺസിലർ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ നേരിട്ട് മാധ്യമങ്ങൾക്കടക്കം കിട്ടിയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കൗൺസിലർക്ക് രാജിവെച്ച് പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായപ്പോൾ അതിനെ മറികടക്കാനും CPMൻ്റെ കോർപ്പറേഷൻ ഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും നടക്കുന്ന അഴിമതി കഥകൾ, ആ അഴിമതി കഥകൾ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരായിട്ട് അവരെ പ്രതിരോധത്തിലാഴ്ത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം, ആ ശ്രമത്തിൻ്റെ ഫലമാണ് അനിലിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് ഈ രാഷ്ട്രീയ വേട്ട CPM അവസാനിപ്പിക്കണം. പോലീസ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന സമീപനം, ആ സമീപനം അവസാനിപ്പിക്കണം. അനിലിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കണം. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ദിവസം വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ AI സംഗമം, പമ്പയിൽ നടത്തിയ സംഗമം, അതൊരു വലിയ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്, നമുക്കെല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളില്ലെങ്കിൽ പിന്നെ അവിടെ സംഘടിപ്പിക്കുന്നവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളെ സംഘടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് ആ സംഗമത്തിൽ ആളില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാധ്യമങ്ങളെ അടക്കം അവഹേളിക്കുന്ന പ്രതികരണമാണ് അതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുള്ളത്. കാരണം പരിപാടിക്ക് മുൻപുള്ള ദൃശ്യങ്ങൾ, ആളില്ലാത്ത കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ എടുത്ത് അത് മാധ്യമങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ട്, മാധ്യമങ്ങൾ അവരുടെ വളരെ നല്ല ബന്ധമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, പക്ഷേ ആ ആൾക്കാരെ അവഹേളിക്കുകയും ആ ആളുകളെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് CPM അവസാനിപ്പിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി അതിൽ സൂചിപ്പിക്കാനുള്ളത്, ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ശ്രീ വാസവനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന ആളാണ് യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് വളരെ ബഹുമാന്യനാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്നുള്ളത് അദ്ദേഹം പൊതുവേദിയിൽ വന്ന് യോഗി ആദിത്യനാഥിൻ്റെ സർട്ടിഫിക്കറ്റ് വായിച്ച് അതിൽ പുളകം കൊള്ളുന്നത് കണ്ടു. വസ്തുതകൾ ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ പുറത്തു വരുന്നത്. വാസവൻ മന്ത്രി അങ്ങനെയുള്ള ഒരാളാണ്. വിഴിഞ്ഞത്ത് അദ്ദേഹം പറഞ്ഞു, അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്, ഞങ്ങളുടെ പങ്കാളിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് യോഗി ആദിത്യനാഥിനോട് വളരെ ബഹുമാനമുണ്ട്, ആദരവുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ഒരു കാര്യം എനിക്ക് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ വികസനം സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അങ്ങനെ എത്ര രൂപ
എത്ര കോടി രൂപ സ്വകാര്യ പങ്കാളിത്തം എന്നുള്ള നിലയിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ലഭിക്കും എന്നുള്ളത് ഈ അയ്യപ്പ സംഗമത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സ്പോൺസർമാരായിട്ട് വന്നിട്ടുള്ളത്? ഈ വസ്തുതകൾ നിയമസഭാ സമ്മേളനം നടക്കുന്നൊരു കാലഘട്ടമാണ്. നിയമസഭയിലെങ്കിലും ഈ വിവരം വെളിപ്പെടുത്തണം എന്നാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് ഞാൻ പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയുകയാണ്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, ഞാനത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് എനിക്ക് ആവശ്യപ്പെടാനുണ്ട്. മൂന്നാമതൊരു കാര്യം, നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് 8,000 കോടി രൂപ കേരളത്തിന് നഷ്ടമുണ്ടാവുന്നതാണ്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 10,000 കോടിയാവുന്നതാണ്. ഈ കോടികൾക്ക് ഒരു വിലയില്ലാത്ത സ്ഥിതിയിലാണിപ്പോൾ. ഈ 8,000 കോടി എന്ന് GST കൗൺസിൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് 10,000 കോടി കേരളത്തിന് നഷ്ടമുണ്ടാവുന്നതാണ്. രാജ്യത്താകമാനം 48,000 കോടി രൂപ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകും. അത് മറികടക്കാനുള്ള വഴികൾ അത് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി 8,000 10,000 എന്നൊക്കെ പറയുന്നത് ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്? ആ വസ്തുതകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അതോടൊപ്പം എല്ലാ വസ്തുക്കൾക്കും വില കുറയും, 423 വസ്തുക്കൾക്ക് വില കുറയും എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ വാർത്ത കൊടുക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വസ്തുക്കൾക്ക് അവരുടെ ജീവിത ചെലവ് കുറയുന്നതിനോട് മന്ത്രിക്ക് വിരോധമുണ്ടോ, എതിർപ്പുണ്ടോ എന്നുകൂടി അറിയാൻ ആഗ്രഹിക്കുക. അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു. ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും. അംഗങ്ങളായിട്ടുള്ള ആളുകൾ തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. ആൾക്കാരൊക്കെ അവർക്ക് ആ പ്രസിഡൻറ്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും. അല്ലല്ല, അതായത് വായ്പ എടുക്കുന്ന ആൾ മുഴുവൻ നമ്മളാളെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതിൽ രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് AKG സെൻറ്ററിലെ പുതിയ അതിൻ്റെ പേര് ക്യാപ്സ്യൂൾ, ആ ക്യാപ്സ്യൂൾ എന്തിനാണ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നത്? അല്ല, ആത്മഹത്യക്കുറിപ്പിൽ BJP ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് എൻ്റെ സുഹൃത്തെ, ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് വീണ്ടും ഈ വെയിലത്ത് നിന്ന് നിങ്ങൾക്ക് ആവർത്തിക്കണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കേട്ടാൽ മതി. എങ്ങനെ പാർട്ടി സഹായിക്കേണ്ടിയിരുന്നു? പാർട്ടി പണം കൊടുക്കണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അല്ല, എനിക്കറിയില്ല. പാർട്ടി ചർച്ച ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു. ഇതാ പ്രസിഡന്റ് ഇവിടെ ഉണ്ടല്ലോ. പാർട്ടി ജില്ലാ കമ്മിറ്റിയൊന്നും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ വെറുതെ നിങ്ങൾ സങ്കല്പിക്കുന്ന, CPM സങ്കല്പിക്കുന്ന സഹകരണ സംഘം CPM നടത്തുന്നത് പോലെ പാർട്ടി സഹകരണ സംഘം നടത്തുന്ന പതിവ് രീതി BJPക്കില്ല. BJP നേതാക്കന്മാരും പ്രവർത്തകരും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും. ചിലർ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡൻ്റാവും, ചിലർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയാവും. BJP അനുഭാവികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇടയിൽ BJPയുടെ ഫ്രാക്ഷനൊന്നുമില്ല. CPMന് ഫ്രാക്ഷൻ ഉണ്ട്. CPMൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നയമാണത്. എല്ലാ സ്ഥലത്തും ഈ പോലീസ് സ്റ്റേഷനിൽ അടക്കം ഫ്രാക്ഷൻ ഉണ്ടാവും അവിടുത്തെ. കാരണം അത് CPMൻ്റെ സംഘടനാ രീതിയാണ്. ഞങ്ങൾക്ക് ആ രീതിയിൽ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ ആവർത്തിച്ചത്. നമ്മുടെ ആളുകൾ, ഒരു ജനപ്രതിനിധി നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് BJPക്കാരെ കുറിച്ച് മാത്രമാണ്. ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകളാണ്. CPMന് അതായിരിക്കും ശരി. കാരണം CPMകാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മുടെ ആളുകളും ബാക്കിയുള്ളവരൊക്കെ എതിരാളികളും. BJPക്കാർക്ക് അങ്ങനെയല്ല. അത് പുറത്തു വരട്ടെ. അതിൻ്റെ അല്ല, നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയൊരു പീസല്ലേ? അല്ല, എനിക്കറിയില്ല. അല്ല, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരമാണിത്.
അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. പോലീസ് ഭീഷണിപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ബി.ജെ.പി. നേതൃത്വത്തെ അതിപ്പം ഞാനിപ്പോൾ ഇതിൽ ഈ മീഡിയയോട് പറയേണ്ട വിഷയമല്ലല്ലോ അത് അന്വേഷണം നടത്തട്ടെ. അന്വേഷണം ഈ സാഹചര്യങ്ങൾ അദ്ദേഹം തലേ ദിവസവും അന്ന് രാവിലത്തെയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ബാക്കിയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആ സഹകരണ സംഘത്തിൽ വായ്പാ തിരിച്ചടവ് മുടക്കിയവരാണ്. അല്ല ഞാൻ പറയട്ടെ, പുറത്തു കൊണ്ടുവരണമെന്ന് ബി.ജെ.പി. അതുകൊണ്ടല്ലേ അന്വേഷണം നടക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, 300 കോടിയുടെ വെട്ടിപ്പ് നടത്തിയ കരുവന്നൂരിൽ അവിടുത്തെ പ്രസിഡന്റിനെ പോലീസ് വിളിച്ചു വരുത്തിയിട്ടില്ല, കണ്ടലയിൽ വിളിച്ചു വരുത്തിയിട്ടില്ല. ഇവിടെ 6 കോടിയുടെ ബാധ്യതയുള്ള ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ പോലീസിന് ഇത്ര വലിയ താല്പര്യം ആരുടെ താല്പര്യം? ഇതാണ് ഞങ്ങളുടെ സംശയം. അല്ല അത് അവരന്വേഷിക്കട്ടെ. ഇത് അല്ലല്ല വസ്തുത അവരന്വേഷിക്കട്ടെ, അവർ വസ്തുതകൾ അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. വസ്തുതകൾ പുറത്തു വരട്ടെ. അവരത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരത്ത് പറയാം. അല്ല നമുക്ക് അല്ല അതിപ്പോൾ നിങ്ങൾ തമ്മിലല്ലല്ലോ പറയണ്ടേ. ആ പോലീസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കണ്ടലയിൽ പരാതി കൊടുത്ത 25 ആളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കി തരാം. ഒരൊറ്റയാളെ എന്താ വിളിപ്പിക്കാതിരുന്നത്? ഒരു തവണ പോലും ആ പ്രസിഡന്റിനെ വിളിപ്പിച്ചിട്ടില്ല. അപ്പോൾ കണ്ടലയിൽ ഈ നിയമം ബാധകമല്ലേ? അല്ലല്ല, എൻ്റെ ചോദ്യം അതാണ്. അപ്പോൾ അതിനർത്ഥം BJP പ്രസിഡന്റിനെതിരായിട്ട് BJP-കാരനായിട്ടുള്ള പ്രസിഡന്റിനെതിരായിട്ട് എടുക്കുന്ന സമീപനം, ആ സമീപനം CPM-ൻ്റെ രാഷ്ട്രീയ താല്പര്യപ്രകാരമാണ്. ഞാൻ പറയുന്നത് കണ്ടലയിൽ വിളിപ്പിക്കാത്ത പോലീസ് ഇവിടെ മാത്രം എന്താ വിളിപ്പിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. അതാണ് സ്വാഭാവികമായിട്ടുള്ള മറുപടിയാണിത്. സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിന് എൻ്റെ സ്വാഭാവികമായിട്ടുള്ള മറുപടി, 300 കോടിയുടെ വെട്ടിപ്പ് നടത്ത കരുവന്നൂരിൽ കാണിക്കാത്ത ശുഷ്കാന്തി ഇപ്പോൾ കാണിക്കുന്നത് എന്താ? 57 കോടിയുടെ വെട്ടിപ്പ് നടന്ന കണ്ടലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. അല്ല, ശിവൻകുട്ടി പറയുന്നതിന് എല്ലാറ്റിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം ശിവൻകുട്ടി പലതും പല സന്ദർഭങ്ങളിൽ പറയും. അത് കഴിഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ മാറ്റിയും പറയും. നിയമസഭയിൽ കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഞാൻ നടന്നിട്ടില്ല എന്നാണ്. ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയാം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനോട് അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം, ആ മരണത്തിൻ്റെ ഞെട്ടലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ, ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ വസ്തുതയുമായിട്ടൊരു ബന്ധമില്ലാത്ത ആരോപണങ്ങൾ. കാരണം BJP ആണിത് എന്നുള്ളത് ഒരു കുറിപ്പിലും ഇല്ല. ഞാൻ ആ കുറിപ്പ്, നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കുറിപ്പ്, ആ കുറിപ്പിൻ്റെ ഒരു അംശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഞാൻ പൂർത്തിയാക്കട്ടെ. എനിക്ക് നിങ്ങൾ പൂർത്തിയാക്കാൻ അനുവാദം തരൂലേ? അല്ല, എൻ്റെ ചോദ്യത്തിൽ അല്ല ഒരു അലക്സ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പൂർത്തിയാക്കണമെങ്കിലും അലക്സ് അനുവദിക്കട്ടെ. അപ്പോൾ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോൾ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത്. അദ്ദേഹം ആ സമയത്തുള്ള ഒരു വൈകാരിക അടിസ്ഥാനത്തിൽ ആ വൈകാരികമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ മുരളീധരനോട് ചോദിച്ചത് BJP-യുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു എന്നുള്ളത്. ഇത് ഔദ്യോഗികപരമായിട്ട് BJP-യുടെ ബാങ്കല്ല. അദ്ദേഹം വ്യക്തിപരമായി പ്രസിഡൻ്റായിട്ടുള്ളൊരു ബാങ്കാണ്. അദ്ദേഹം BJP-യുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല. അങ്ങനെ ഒരു ചർച്ച BJP-യുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിട്ടില്ല. പ്രതിസന്ധി അദ്ദേഹം ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായും അദ്ദേഹത്തിന് അടുത്ത സുഹൃത്തുക്കളും പാർട്ടി ഔദ്യോഗികമായിട്ട് അറിയിക്കേണ്ട കാര്യം അറിയിക്കാൻ മാതിരാ. CPM-ൽ ഞാൻ പിന്നെ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല. CPM-ൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, അവിടുത്തെ അമ്പല കമ്മിറ്റി എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ CPM ചർച്ച ചെയ്യും. BJP അതൊന്നും ചർച്ച ചെയ്യാറില്ല. അത് നമ്മൾ മനസ്സിലാക്കുക.
അല്ല അത് പ്രശ്നമാണോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കട്ടെ. CPM ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് എവിടെ എത്തി എന്നുള്ളതും ഞങ്ങളിത് ചർച്ച ചെയ്യാത്ത അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ എത്തി എന്നുള്ളത് ഞങ്ങൾക്കറിയാലോ. സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് ആണ് വ്യക്തിപരമായി ഒരു BJP ജനറൽ സെക്രട്ടറിക്ക് വ്യക്തിപരമായി സംഘങ്ങൾ നടത്താനും വായ്പ കൊടുക്കാനും ബാധ്യത വരുത്താനും അതിന്റെ അല്ല വ്യക്തിപരമായിട്ടല്ലല്ലോ നടത്തുന്നത്. അല്ലല്ല അതാ പറഞ്ഞത്, ഞാൻ പറയുന്നത് നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത്. അല്ലല്ല നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്നതല്ല ഒരു സഹകരണ സംഘവും, ഒരു കൂട്ടം ആളുകളാണ് നടത്തുന്നത്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർ ബോർഡുണ്ട്. ആ ഡയറക്ടർ BJP ചിഹ്നത്തിലാണ് അവിടെ മത്സരിച്ച്. അപ്പോൾ അതുകൊണ്ട് BJPയുടെ രീതികൾ വേറെയാണ്. അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും CPMൻ്റെ ഭാഷ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ അനിലിന്റെ ആത്മഹത്യക്ക് കാരണം വ്യക്തിപരമായി ഉണ്ടാക്കിയ ബാധ്യതയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറയുന്നത് എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല അതാ മനസ്സിലാക്കുന്നത് സ്വന്തം ഭാഷയിൽ ഉപയോഗിക്കണം. ദയവ് ചെയ്ത് അനിലിന് വേണ്ടപ്പെട്ടവർക്ക് ലോൺ കൊടുത്തിട്ടാണ് ബാധ്യത ഉണ്ടായതെന്നാണ്. അല്ല സഹകരണ സംഘമാണത്. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ലോൺ കൊടുത്ത ആളുകൾ നിക്ഷേപകർ വീഴ്ച വരുത്തിയാൽ എന്തുകൊണ്ട് കണ്ടലയിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു, കരുവന്നൂരിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു? നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്, നിങ്ങൾ ആകെ ഒരു ബാങ്ക് മാത്രമല്ല കാണുന്നത്. ഒരു ചോദ്യം, ഈ സഹകരണ സംഘത്തിൽ നിന്ന് BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ വായ്പ എടുത്തിട്ടില്ല എന്ന് അങ്ങേക്ക് എനിക്കറിയില്ലല്ലോ. ഞാൻ ആ ബാങ്കിൻ്റെ വിവരങ്ങൾ എൻ്റെ കയ്യിൽ അവരുടെ ബാലൻസ് ഷീറ്റ് ഇല്ല, റിപ്പോർട്ടില്ല. ഞാൻ ആ ബാങ്കിൽ മെമ്പറല്ല.